الله الرحمن الرحيم كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. ബഹുമാനാദരകൾ നിറഞ്ഞ വിദ്യാർത്ഥികളെ, പ്രിയം നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സുന്ദരമായ സിബാഖിൻ്റെ വേദിയിൽ ഖുർആൻ മനുഷ്യകുലത്തിൻ്റെ വഴികാട്ടി എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൗഫീഖ് നൽകിയ നാഥന് സർവസ്തുതിയും. അൽഹംദുലില്ലാഹിൽ മുൻഇമിൽ മുതഫദ്ദിൽ. ബഹുമാന്യരെ, പരിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകരും ഒരു കാട്ടാള സമൂഹവും ചേർന്ന് ലോകത്തിന് പഠിപ്പിച്ച നീണ്ട കഥകൾ പറയാതിരിക്കാനാവില്ല. അപരിഷ്കൃതരും പരുക്കൻ പ്രകൃതക്കാരുമായ ഒരു ജനവിഭാഗമായിരുന്നു ഖുർആനിൻ്റെ പ്രഥമ അഭിസംബോധിതർ. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ആ ജനതയെ മാനവ മൂല്യങ്ങളുടെ തിളങ്ങുന്ന മാതൃകകളാക്കി വളർത്തിയെടുക്കുകയും പിന്നീട് അവരിലൂടെ ലോക ജനതയ്ക്ക് നന്മയുടെ കൈത്തിരി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമായിരുന്നു ലോകം കണ്ടത്. വിശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിൻ്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിൻ്റെയോ ഒരു വർഗത്തിൻ്റെയോ മാത്രം ഗ്രന്ഥമല്ല, മറിച്ച് മാനുഷികതയാണ് അത് അഭിസംബോധന ചെയ്യുന്നത്. കാലദേശ വർഗ ഭാഷാ വിവേചനങ്ങൾക്ക് അതീതമായ മാനുഷികതയെ യാ അയ്യുഹന്നാസ് എന്ന അഭിസംബോധനയിലൂടെ ഖുർആൻ അടിവരയിടുന്നുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, എല്ലാ നിലയിലും അരാജകത്വത്തിൽ ജീവിച്ച് സ്വന്തം രക്തത്തിൽ നിന്ന് പിറന്നു വീണ കുഞ്ഞു പെണ്ണായാൽ അപമാനഭാരം നിമിത്തം കുഴിച്ചുമൂടി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന കാലം. അയൽവാസിയുടെ വീട്ടിലേക്ക് തൻ്റെ ഒട്ടകം കടന്നാൽ അതിൻ്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധ കൊതിയന്മാരായ ജനത താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുഴിമാടത്തിന് മുകളിൽ കുഴിച്ചു വെക്കുന്ന മുന്തിരിവള്ളിയുടെ വേരുകൾ നുരമ്പിക്കൊണ്ടിരിക്കുന്ന തൻ്റെ അസ്ഥി പഞ്ചരങ്ങൾക്ക് മദ്യത്തിൻ്റെ ലഹരി പകരുമെന്ന് പറഞ്ഞിരുന്നൊരു ജനത. സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ലവലേശ നന്മകളില്ലാതിരുന്ന ജനത ജീവിതത്തിൽ അടിപിടിയും പെണ്ണുപിടിയും കള്ളുകുടിയും മാത്രം ലക്ഷ്യമാക്കുകയും അതിനുവേണ്ടി എന്ത് അനീതിയും എന്ത് അക്രമവും എന്ത് അസഭ്യവും എന്ത് അശ്ലീലം വിളിച്ചു പറയുവാനും ദൃഷ്ടരായ ഒരു സമൂഹത്തെ ഹ്രസ്വകാലം കൊണ്ട് ഖുർആൻ നക്ഷത്ര തുല്യരാക്കി സംസ്കരിച്ചുദ്ധരിച്ച് ഏറ്റവും ഉദാത്തമായ മാതൃകാ പുരുഷരാക്കി മാറ്റി. ബഹുദൈവത്വവും തജ്ജന്യമായ അനാചാരങ്ങളും കീഴടക്കിയ കാലഘട്ടത്തിൽ ഓരോ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും ഈ എണ്ണമറ്റ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയം എണ്ണമറ്റ വിഗ്രഹങ്ങൾ അവയെ ചുറ്റിപ്പറ്റിയുള്ള അനാചാരങ്ങളും നിഷ്കാസനം ചെയ്യുന്നതിന് വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചത് ഈ ഏറ്റവും ഉദാത്തമായ മാർഗമായിരുന്നു. ഖുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന വിശ്വപ്രഖ്യാപനം നടത്തി നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും മുഖത്തടിക്കാൻ ഖുർആനിനും സാധിക്കുന്നുണ്ട്. ജീവിതത്തെ രൂപപ്പെടുത്തുവാനും വ്യക്തി ശുചീകരണത്തിനും ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ലോക ജനതയ്ക്ക് മാതൃകയാണ്. പ്രവാചകന്റെ സ്വഭാവത്തെപ്പറ്റി മഹദി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു വെക്കുന്നത് കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന് തന്നെയാണ്. ജീവിതത്തെ രൂപപ്പെടുത്തുവാനും വ്യക്തി ശുചീകരണത്തിനും ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ലോക ജനതയ്ക്ക് മാതൃകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അവരെ സ്വച്ഛ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സ്വതന്ത്രരാക്കുവാനാണ് ഖുർആൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഖുർആൻ അതായിരിക്കണം നമ്മുടെ മാനിഫെസ്റ്റോ. അതിൻ്റെ വാഹകരാകണം, അത് പകർന്നു നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.